Welcome back to Vidyanagar online class. Through this video, we are discussing remaining questions of exercise 15.1. 17th question. A lot of 20 bulbs contains 4 defective ones. One bulb is drawn at random from the lot. What is the probability that this bulb is defective? Second question. Suppose the bulb drawn in first one is not defective and is not replaced. Now one bulb is drawn at random from the rest. What is the probability that this bulb is not defective? Okay. So answer total number of bulbs. Total number of bulbs എത്രയാണ് 20. Okay. Number of defective bulbs. Number of defective bulbs equal to 4. Okay. So എന്തായിരിക്കും P of bulb drawn is defective എന്തായിരിക്കും വരിക ടോട്ടൽ 20 ബൾബ്സ് ആണ് അതിൽ 4 ബൾബ്സ് ആണ് ഇത് ഡിഫക്റ്റീവ് അങ്ങനെയാണെങ്കിൽ ആ 4 ബൾബ് വരാനുള്ള ചാൻസ് എന്തായിരിക്കും പ്രോബിലിറ്റി എന്തായിരിക്കും 4/20 ഇവിടെ ഫേവറബിൾ ഔട്ട്കംസ് എത്രയുള്ളത് 4 സോ സിംപ്ലിഫൈ ചെയ്താൽ എന്തായിരിക്കും വരിക 4/4 1/5 20/4 equal to 5. Okay, so P of bulb drawn is defective equal to 4/20 or 1/5. Okay, then second question. ഇനി അപ്പൊ ഔട്ട് ഓഫ് 20 ആ ഒരു ബൾബ് എടുത്തു ഇനി അവിടെ എത്ര ബൾബ്സ് ഉള്ളത് റിമൈനിങ് ബൾബ്സ് എത്ര ഉണ്ടാവുക 20 1 എടുത്തു സോ ഇനി ബാക്കി 19. ഓക്കെ ദെൻ ഇനി ഇതില് പി ഓഫ് ബൾബ് ഡ്രോൺ ഈസ് നോട്ട് ഡിഫക്റ്റീവ് എന്തായിരിക്കും അപ്പൊ ആദ്യം 20 ആണ് ഉണ്ടായിരുന്നത് അതില് 4 ഡിഫക്റ്റീവും ബാക്കി 16 നോട്ട് ഡിഫക്റ്റീവ് ആയിരുന്നു. ഓക്കെ ഇനി പുതിയ എന്താ ഈ 16 ആണ് നമ്മൾ ഇവിടെ ഒന്ന് എടുത്തത് എന്താണ് നോട്ട് ഡിഫക്റ്റീവ് ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇവിടെ എന്തായി മാറി അത് 15 ആയി ഡിഫക്റ്റീവ് അതുപോലെ ഉണ്ടാകും അങ്ങനെ ടോട്ടൽ എത്രയായി മാറി 19 ആയി മാറി. അങ്ങനെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ഇനി 19 ഒന്ന് എടുത്താൽ അത് നോട്ട് ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ്. ഓക്കെ അപ്പൊ ഇനി ഇവിടെ നോട്ട് ഡിഫക്റ്റീവ് ആയിട്ട് എത്രയുള്ളത് നേരത്തെ 16 ഉണ്ടായിരുന്നു പക്ഷെ അത് എടുത്തു അങ്ങനെ ടോട്ടലിലും നോട്ട് ഡിഫക്റ്റീവിലും ചേഞ്ച് വന്നു ടോട്ടൽ 20 ഉള്ളത് 9 ആയി നോട്ട് ഡിഫക്റ്റീവ് 16 ഉള്ളത് 15 ആയി. ഇനി ഇതിൽ നിന്നും ഒരു ബൾബ് എടുത്താൽ അത് നോട്ട് ഡിഫക്റ്റീവ് ആവാനുള്ള ചാൻസ് എത്രയാണ് 15/90. 15/90. 18th question. A box contains 90 discs which are numbered from 1 to 90. ഓക്കെ അപ്പൊ ഇതിലുള്ള നമ്പറുകൾ ഏതൊക്കെയാണ് 1 2 3 4 5 എക്സെട്ര അങ്ങനെ ഏത് വരെയുള്ള നമ്പർ ഉണ്ട് 90. Okay, if one disc is drawn at random from the box, find the probability that it bears first a 2-digit number, second question a perfect square, then a number divisible by 5. ഓക്കെ അപ്പൊ ഇതിൽ ടോട്ടൽ എത്ര ഡിസ്ക് ഉണ്ട് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക് ഈക്വൽ ടു എത്രയാണ് 90. ഓക്കെ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ 2-digit number. First question, probability of getting a 2-digit number. A 2-digit number. ഓക്കെ ഇവിടെ ടോട്ടൽ 90 നമ്പറുകളാണുള്ളത്. ഓക്കെ അതിൽ ഏതൊക്കെയുണ്ട് 1 ഡിജിറ്റും 2 ഡിജിറ്റും ആയിട്ടാണ് ടോട്ടൽ 90 ഉള്ളത്. ഓക്കെ അതിൽ 1 ഡിജിറ്റ് ഏതൊക്കെയാണ് 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 7 8 9 9 നമ്പർ 1 ഡിജിറ്റും ബാക്കി എത്ര ഉണ്ടാവുക ടോട്ടൽ 90 അല്ലേ ടോട്ടൽ 90 ആണ് ബാക്കി 81 എന്തായിരിക്കും 2 ഡിജിറ്റും ആയിരിക്കും അല്ലെ 9
1 ഡിജിറ്റ് നമ്പറും ബാക്കി 81 എന്തായിരിക്കും 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 ഡിജിറ്റ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? 2 ഡിജിറ്റ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി 81/90. 81/90 സിംപ്ലിഫൈ ചെയ്യാലോ. 9 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ എന്തായിരിക്കും? 9/10. അപ്പോൾ ഇതിൽ നിന്നും ഒരു 2 ഡിജിറ്റ് നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 9/10. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ഏതൊക്കെയാണ്? ഈ ഒരു ബോക്സിൽ വരുന്ന പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണ്? 1 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ദെൻ 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ദെൻ 9, 16, 25, 36, then 49, 64, 81, then 100 ആണ്. 100 ഇല്ല, ഇവിടെ 1 to 90 വരെയുള്ള നമ്പറുകളാണ് ഉള്ളത്. സോ 1, 2, 3, 4, 5, 6, 7, 8, 9 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. സോ നമുക്ക് എഴുതാം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പെർഫെക്റ്റ് സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? എത്ര നമ്പറാണ് ഉള്ളത്? 9. ടോട്ടൽ എത്ര ഉള്ളത്? 90. സോ 9/90 ഒന്ന് സിംപ്ലിഫൈ ചെയ്യാലോ. 9 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ എന്തായിരിക്കും? 1/10. ഓക്കെ, അപ്പൊ ഈ ഒരു ബോക്സ് നിന്ന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/10. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, എ നമ്പർ ഡിവിസിബിൾ ബൈ 5. ഓക്കെ, സോ നമ്പർ ഡിവിസിബിൾ ബൈ 5 ആർ ഏതൊക്കെയാണ്? 5ന്റെ കൂടെ 5, 10. ഓക്കെ, then 15, 20, then 25, 30, 35, 40, 45, 50, 55, 60, 65, 70, 75, 80, 85, 90. ഓക്കെ, ഇത്രയും നമ്പറാണ് 5ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഈ ബോക്സിലുള്ളത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. ഓക്കെ, അപ്പോൾ എത്ര നമ്പറുകളുണ്ട്? 18 നമ്പർ ഉണ്ട്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാം, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഡിവിസിബിൾ ബൈ 5 ഈക്വൽ ടു എത്ര ആയിരിക്കും? 18/90. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാലോ. 18 കൊണ്ട് തന്നെ സിംപ്ലിഫൈ എന്തായിരിക്കും വരിക? 1/5. അപ്പൊ ഈ ഒരു ബോക്സ് നിന്ന് 5ന്റെ മൾട്ടിപ്പിൾ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 1/5. പിന്നെ 19th ക്വസ്റ്റ്യൻ, എ ചൈൽഡ് ഹാസ് ഡൈ ഹൂസ് 6 faces ഷോ ദ ലെറ്റേഴ്സ് ആർ ഗിവൺ ABCDEA. നമ്മൾ മുമ്പ് ഡൈ കണ്ടാണ് 1, 2, 3, 4, 5, 6. അതിന് പകരം ഇവിടെ എന്താ ഉള്ളത്? ABCDEF അല്ല, വീണ്ടും A ആണ്. ആ കാര്യം നോട്ട് ചെയ്യാം. Then the dice thrown once. What is the probability of getting first one A, second one D? അവിടെ വേണ്ട എന്താ? Probability of getting A. ഓക്കെ, അപ്പോൾ എ കിട്ടാനുള്ള പ്രോബബിലിറ്റി നോക്കുമ്പോൾ എത്ര ഫേവറബിൾ ഔട്ട്കംസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര എ ഉണ്ട് ഇവിടെ? 1, 2 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്? 6. 2/6 സിംപ്ലിഫൈ ചെയ്താൽ എന്തായിരിക്കും? 1/3. അപ്പൊ ഇതിൽ നിന്നും എ വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/3. Then second question, probability of getting D. ഓക്കെ, ഡി വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഡി ഇവിടെ 1 ഉള്ളൂ, ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്? 6. ഡി വരാനുള്ള പ്രോബബിലിറ്റി 1/6ഉം എ വരാനുള്ള പ്രോബബിലിറ്റി 1/3. 21th question, a load consists of 144 ball pens, which 20 are defective and the other are good. Okay, അപ്പോൾ ടോട്ടൽ എത്രയുള്ളത്? ടോട്ടൽ 144. ഓക്കെ, ഡിഫക്റ്റീവ് ആൻഡ് ഗുഡ്. ഡിഫക്റ്റീവ് എത്രയാണ്? 20 ഡിഫക്റ്റീവ് ആണ്. സോ ബാക്കിയുള്ള 124 എന്തായിരിക്കും? ഗുഡ് ആയിരിക്കും. ഓക്കെ, 20 ഡിഫക്റ്റീവ് ആണെങ്കിൽ ബാക്കി വന്ന 124 എന്തായിരിക്കും? ഗുഡ് ആയിരിക്കും. Then Noori will buy a pen if it is good, but will not buy if it is defective. Okay, the shopkeeper draws one pen at random and gives it to her. What is the probability that she will buy? Second one, she will not buy.
ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾ പെൻസ് ഈക്വൽ ടു എത്രയാണ്? 144. Okay, the number of defective pens equal to 20. Okay, the number of good pens and the number of good pens നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. എങ്ങനെയാ കണ്ടത്? ടോട്ടൽ 144, അതിൽ 20 ആണ് ഡിഫക്റ്റീവ്. ബാക്കിയുള്ള 144 മൈനസ് 20 ഈക്വൽ ടു 124 എന്തായിരിക്കും? ഗുഡ് പെൻസ് ആയിരിക്കും. ഓക്കെ, ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? പ്രോബിലിറ്റി ഓഫ്, അത് നമുക്ക് ഇന്ന് കൊടുക്കാം കേട്ടോ. വാങ്ങാനുള്ള ചാൻസിന് ഇന്ന് ഡിനോട്ട് ചെയ്യാം. പി ഓഫ് ഇ ഈക്വൽ എന്തായിരിക്കും വരിക? വാങ്ങാനുള്ള ചാൻസ് എത്രയാണ്? അപ്പോൾ വേണ്ടത് 124 ആണ്. 124 ബൈ ടോട്ടൽ 144. 124 ബൈ 144. ഓക്കെ, ഇതിന്റെ 4 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ എന്തായിരിക്കും? 31 താഴെ 36. ഓക്കെ, വാങ്ങാനുള്ള ചാൻസ് എത്രയാണ്? 31 ബൈ 36. ഇനി വാങ്ങാതിരിക്കാനുള്ള ചാൻസ് പി ഓഫ് നോട്ട് ഇ എന്തായിരിക്കും? ഇവിടെ 31ൽ 36, ബാക്കിയുള്ളത് എന്താണുള്ളത്? ബാക്കി ഇവിടെ 20 ബൈ 144 അല്ലേ? അത് സിംപ്ലിഫൈ ചെയ്താൽ എന്തായിരിക്കും? 5 ബൈ 36. ഓക്കെ, അല്ലെങ്കിൽ ഇവിടുന്ന് 1 മൈനസ് 31 ബൈ 36 ചെയ്താലും ഈ ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ നൂറി വാങ്ങാനുള്ള പ്രോബബിലിറ്റി 31 ബൈ 36. കാരണം എന്താ? നൂറിക്ക് ആവശ്യമുള്ളത് ഇവിടെ എത്രയുള്ളൂ? 124. ആവശ്യമുള്ളത് കിട്ടിയാൽ മാത്രമേ നൂറി വാങ്ങുള്ളൂ. വാങ്ങാനുള്ള ചാൻസ് 124 ബൈ 144, സിംപ്ലിഫൈ ചെയ്താൽ 31 ബൈ 36. വാങ്ങാതിരിക്കാനുള്ള ചാൻസോ ആവശ്യമില്ലാത്ത ഇവിടെ 20 ഉണ്ട്. അപ്പോൾ 20 ബൈ 144 അല്ലെങ്കിൽ 35 ബൈ 36. 22th question. Refer to example 13. Complete the following table. ആ എക്സാമ്പിൾ 13 നോക്കിയാൽ മനസ്സിലാക്കുമ്പോൾ 2 ഡൈ സൈമൾട്ടേനിയസ്ലി എറിഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ പോസിബിൾ ഔട്ട്കംസ് എന്തൊക്കെയായിരുന്നു? 1 1 1 2 1 3 1 4 1 5 1 6. ഇതായിരുന്നു പോസിബിൾ ഔട്ട്കംസ്. അതുപോലെ 2ന്റെ കൂടെ 2 1 2 2 2 3 2 4 2 5 2 6. Then 3 1 3 2 3 3 3 4 3 5 3 6. ഓക്കെ, അതുപോലെ 4 1 4 2 4 3 4 4 4 5 4 6. Then 5 1 5 2 5 3 5 4 5 5 5 6. Then 6 1 6 2 6 3 6 4 6 5 6 6. ഇത്രയാണ് പോസിബിൾ ഔട്ട്കംസ്. നമ്മൾ ഓൾറെഡി ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിന്റെ ബാക്കിയായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ദെൻ എ സ്റ്റുഡൻറ് സേസ് ദാറ്റ് there are, അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ സമ്മ് 2 വരാനുള്ള ചാൻസ്. അപ്പോൾ ഇവിടെ സമ്മ് നോക്കുകയാണെങ്കിൽ ഇതിൽ മാത്രമാണ് സമ്മ് 2 വന്നത് അല്ലേ? അതുകൊണ്ടാണ് ഇത് ടോട്ടൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? ടോട്ടൽ 36 ആണല്ലോ. ടോട്ടൽ 36 ഔട്ട്കംസ് ആണുള്ളത്. അതിൽ 2 വരുന്ന സമ്മ് 2 വരുന്ന എത്രയോടത്ത് മാത്രമേ ഉള്ളൂ? ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് 1 ബൈ 36. അങ്ങനെ ഉണ്ടെങ്കിൽ സമ്മ് 3 വരാനുള്ള പ്രോബിലിറ്റി എന്താ? അപ്പോൾ ഇതിലെങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ പേരുകളിലാണ് 3 വന്നത്? ഇവിടെ 1 + 2, ഇവിടെ സമ്മ് 3 ആണല്ലോ. ഇനി ഇവിടെ എവിടെയെങ്കിലും 3 ഉണ്ടാവും. ഇവിടെ 4 5 6. അതുപോലെ ഇവിടെ എന്തുണ്ട്? 3 ഉണ്ട്. ഓക്കെ, 2 1 ഉം 1 2, അതായത് 2 1 കിട്ടിയാൽ 2 + 1 = 3. 2 + 1 = 3 ആണ്. അതുപോലെ 1 2 എന്നുള്ളിടത്ത് ഉണ്ടാകും 1 + 2 = 3. ഇവിടൊക്കെ എന്താണ്? ഇതിന്റെ സമ്മ് 3 ആണ്. അപ്പോൾ ടോട്ടൽ 36ൽ സമ്മ് 3 ആയിട്ട് വരുന്ന ഇവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട്? 2. സോ 2 ബൈ 36. ഓക്കെ, ഇനി അതുപോലെ 4 ആയിട്ട് എവിടെയൊക്കെ ഉണ്ട്? 1 3 2 2 3 1. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവുക? 3 ബൈ 36. ഇനി 4 നോക്കി. ഇനി 5 1 4 2 3 3 2 4 1. അത് വരും 4 ബൈ 36. ഇനി 6 ആയിട്ടോ 1 5
2 4 3 3 4 2 5 1. ഓക്കെ, ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും വരിക 5/36. 5/36. ഇനി 7 ആയിട്ടോ 1 6 2 5 3 4 4 3 5 2 6 1. ഇതിനൊക്കെ സംബന്ധമാണ് 7 ആണ്. ഓക്കെ, സോ 6/36. ഓക്കെ, then വീണ്ടും 8 1 2 3 4 5. ഇവിടെ ഓൾറെഡി ഫിൽ ചെയ്തിട്ടുണ്ട് 5/36 ആണെന്നുള്ളത്. ഇനി 9 എന്താ 3,1 3,6 4,5 5,4 6,3. അത് വരും 4/36. ഓക്കെ, then 10 എന്തായിരിക്കും ഇതുപോലെ ചെയ്താൽ 3/36, then 2/36. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, a student argues that there are 11 possible outcomes. 11 possible outcomes. ഇത് കറക്റ്റ് തന്നെയാണല്ലേ? പോസിബിൾ ഔട്ട്കംസ് ഏതൊക്കെയാണ്? 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, then 2 3 4 5 6 ഇത് അവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. then therefore each of them has a probability 1/11. ഇവിടെ 11 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്, അതുകൊണ്ട് അതിന്റെ പ്രോബിലിറ്റി 1/11 ആണെന്നാണ് സ്റ്റുഡന്റ് ആർഗ്യൂ ചെയ്തത്. then with this argument justify your answer. Do you agree with this argument? ഈ ആർഗ്യുമെന്റ് കറക്റ്റ് ആണോ? അല്ല, ഒരിക്കലും കറക്റ്റ് അല്ല. ഇവിടെ 11 ഡിഫറെന്റ് പോസിബിൾ ഔട്ട്കംസ് തന്നെയാണ്, പക്ഷെ ഈ ആർഗ്യുമെന്റ് കറക്റ്റ് ഇല്ല. കാരണം എന്താ, ഈ 11 ഔട്ട്കംസിനും ഈക്വലിലേക്കിലാണോ? അല്ല, 2 കിട്ടാനുള്ള ചാൻസിന്റെ അതേ ചാൻസിൽ 3 കിട്ടാൻ വേറൊരു പ്രോബിലിറ്റി ആണ്, 4 കിട്ടാൻ വേറെ പ്രോബിലിറ്റി ആണ്, 5 കിട്ടാൻ വേറൊരു പ്രോബിലിറ്റി ആണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ഈക്വലിലേക്കിലില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വരാത്തത്, 1/11 വരാത്തത്. ഓക്കെ, എല്ലാം 1 ഒരു പ്രാവശ്യം, 2 ഒരു പ്രാവശ്യം, 3 ഒരു പ്രാവശ്യം, 4 അങ്ങനെയാണെങ്കിൽ 1/11 ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, 2 1/36 ആണെങ്കിൽ 3 കിട്ടാനുള്ള ചാൻസ് എന്താണ്, 2/36 ആണ്. അപ്പൊ പലതും പല രീതിയിലാണ്, അതുകൊണ്ട് തന്നെ ഈക്വലിലേക്കിലല്ല. അതുകൊണ്ട് ഈ ആർഗ്യുമെന്റ് റോങ് ആണ്. ഓക്കെ, ബിക്കോസ് ദ ഔട്ട്കംസ് as 11 different sums are not equally likely. ഓക്കെ, ഇത് വന്നിരുന്ന 1/11 എങ്ങനെ, എല്ലാ സമ്മ് കിട്ടാനും ഒരേ പ്രോബിലിറ്റി ആണെങ്കിൽ, എന്നാൽ ഇവിടെ 2 കിട്ടാനുള്ള പ്രോബിലിറ്റി നിന്നും ഡിഫറെന്റ് ആണ് 3 കിട്ടാനുള്ള പ്രോബിലിറ്റി, അതിൽ നിന്നും ഡിഫറെന്റ് ആണ് 4 കിട്ടാനുള്ള പ്രോബിലിറ്റി. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആൻസർ ഈ രീതിയിലായിരിക്കും, അല്ലാതെ 1/11 അല്ല എന്ന് ഓർത്ത് വെക്കുക. 23. A game consists of tossing a 1 rupee coin 3 times and noting. Hanif wins if all the tosses give the same result, that is 3 heads or 3 tails, and loses otherwise. Calculate the probability that Hanif will lose the game. Okay, അപ്പോൾ ഇവിടുത്തെ പോസിബിൾ ഔട്ട്കംസ് എന്തായിരിക്കും? പോസിബിൾ ഔട്ട്കംസ് അതും 3 കോയിൻസ് പറഞ്ഞാൽ ഒരു കോയിനും ഹെഡും ടെയിലും വരാം, സെക്കൻഡ് കോയിനും ഹെഡും ടെയിലും വരാം, തേർഡ് കോയിനും ഹെഡും ടെയിലും വരാം, അല്ലെ? അപ്പൊ അത് മൂന്നും കൂടെ ഒരുമിച്ചിട്ടാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ പോസിബിൾ ഔട്ട്കംസ്? എച്ച് വരാം. 3 ഹെഡ് ആവാം, അതുപോലെ 3 ടെയിലാവാം, അല്ലെങ്കിൽ 2 ഹെഡും 1 ടെയിലും. ഇനി ടീന്റെ പൊസിഷൻ ഇങ്ങനെ മാറ്റട്ടെ, എച്ച് ടി എച്ച് ടി എച്ച് എച്ച്. ഓക്കെ, ഇനി ടി ടി എച്ച് ടി എച്ച് ടി എച്ച് ടി ടി, ഇതൊക്കെ പോസിബിലിറ്റി ആണ്. അതിൽ ഫസ്റ്റ് ഒന്നാമത്തെ ഹെഡ്, രണ്ടാമത്തെ ഹെഡ്, മൂന്നാമത്തെ ഹെഡ്, അല്ലെങ്കിൽ ഒന്നാമത്തെ ടൈല്, രണ്ടാമത്തെ ടൈല്, മൂന്നാമത്തെ ടൈല്, എങ്കിൽ ഫസ്റ്റ് 2 ഹെഡ് ടൈല്, അല്ലെങ്കിൽ ഫസ്റ്റ് ഹെഡ് ടൈല്, ദെൻ ഹെഡ് ടൈല് ഹെഡ് ഹെഡ്, ദെൻ ടൈല് ടൈല് ഹെഡ് ടൈല് ഹെഡ് ടൈല് ഹെഡ് ടൈല് ടൈല്. ഇതൊക്കെ അതിന്റെ പോസിബിലിറ്റീസ് ആണ്. അപ്പൊ ടോട്ടൽ എത്ര പോസിബിലിറ്റീസ് ഉണ്ട് ഇവിടെ? ടോട്ടൽ 8 പോസിബിലിറ്റീസ് ഉണ്ട്. ടോട്ടൽ 8 പോസിബിലിറ്റീസ്. ദെൻ ഇവിടെ ഹനീഫ് എങ്ങനെ വിൻ ചെയ്യാം? എല്ലാം സെയിം ആണെങ്കിൽ ഒന്നെങ്കിൽ 3 ഹെഡ് ആവണം, അല്ലെങ്കിൽ 3 ടെയിൽ ആവണം, അല്ലെ? അങ്ങനെ പ്രോബിലിറ്റി ഓഫ് ഹമീദ് വിൻ ദ ഗെയിം ഈക്വൽ ടു എന്താണ്? ഇവിടെ ഹമീദ് ജയിക്കാൻ വേണ്ടത് എത്രയേ ഉള്ളൂ? 2 പോസിബിലിറ്റീസേ ഉള്ളൂ. ടോട്ടൽ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? 8. 2/8. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ എന്തായിരിക്കും? 1/4. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? പ്രോബിലിറ്റി ഓഫ് ലോസ് ദ ഗെയിം എന്താണ്?
ബാക്കിയുള്ളത് എന്താ 1 2 3 4 5 6 6/8 അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്താൽ എന്തായിരിക്കും 3/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ഡൈ ഈസ് ത്രോൺ ചോയ്സ്. അപ്പോൾ ഡൈ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് പോസിബിൾ ഔട്ട്കംസ് 1 2 3 4 5 6. രണ്ടാമത്തെ ഡൈയിൽ എന്തുണ്ടാകും 1 2 3 4 5 6. അപ്പോൾ എന്തൊക്കെ കോമ്പിനേഷൻ ഉണ്ടാകും 1 1 1 2 1 3 1 4 1 5 1 6 2 1 2 2 2 3 2 4 2 5 2 6 അതുപോലെ മുഴുവനും ഉണ്ടാകും. ഓക്കെ, ക്വസ്റ്റ്യൻ 5 വിൽ നോട്ട് കം അപ്പ് എയ്തർ ടൈം. നമ്മൾ രണ്ട് കോയിൻ ടോസ് ചെയ്താൽ 5 ഒന്നാമത്തിനും വരാൻ പാടില്ല, രണ്ടാമത്തിനും വരാൻ പാടില്ല. അതിന്റെ പ്രോബബിലിറ്റി. സെക്കൻഡ് ക്വസ്റ്റ്യനോ 5 വിൽ കം അപ്പ് അറ്റ്ലീസ്റ്റ് വൺസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? ടോട്ടൽ ഔട്ട്കംസ് 36. ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 36. ഓക്കെ, ദെൻ probability of 5 will not come up either time. ഓക്കെ, ഒന്നെങ്കിൽ ഇതിന്റെ മുഴുവൻ പോസിബിലിറ്റീസ് എഴുതാം, അതിൽ 5 ഇല്ലാത്തൊക്കെ കൗണ്ട് ചെയ്തിട്ട് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ മതി 1ന്റെ കൂടെ 1, 1ന്റെ കൂടെ 2, 1ന്റെ കൂടെ 3, 1ന്റെ കൂടെ 4, 1ന്റെ കൂടെ 5 എഴുതരുത്, കാരണം എന്താ അതിലപ്പോൾ 5 വരും. ദെൻ 1ന്റെ കൂടെ 6. അപ്പോൾ അങ്ങനെ 1ന്റെ കൂടെ എത്ര പോസിബിലിറ്റീസ് ആണുള്ളത്? 1 2 3 4, ഈ 6 അടക്കം 5. ഓക്കെ, അതുപോലെ 2ന്റെ കൂടെ എന്തുണ്ടാകും? 5 പോസിബിലിറ്റീസ് ഉണ്ടാകും. 3ന്റെ കൂടെ 5 പോസിബിലിറ്റീസ് ഉണ്ടാകും. 4ന്റെ കൂടെയും 5 പോസിബിലിറ്റീസ് ഉണ്ടാകും. 5ന്റെ കൂടെ ഉള്ള പോസിബിലിറ്റീസ് എഴുതി, കാരണം എന്താ 5 ഇവിടെ വന്നു. അപ്പോൾ രണ്ടിലും 5 വരാൻ പാടില്ല. ദെൻ 6ന്റെ കൂടെയും 5 പോസിബിലിറ്റീസ് ഉണ്ടാകും. അല്ലെങ്കിൽ ആ മുഴുവൻ പോസിബിലിറ്റീസും എഴുതിയിട്ട് കൗണ്ട് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് എത്ര? 5 + 5 20 25 15 20 25. ഓക്കെ, അപ്പോൾ പോസിബിലിറ്റീസ് എത്രയാണ്? 25/36. ഇനി ഡൗട്ട് വരികയാണെങ്കിൽ എല്ലാ പോസിബിലിറ്റീസും എഴുതുക, അതിൽ 5 രണ്ടിലും വരാത്തത് മാത്രം കൗണ്ട് ചെയ്തിട്ട് നോക്കിയാൽ കിട്ടും. എത്രയാണ്? 25 പോസിബിലിറ്റീസ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? P of 5 will come at least once. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും 5 വരാം. ഓക്കെ, അപ്പോൾ 5ന്റെ കൂടെ 5 ഉണ്ടാകും, പിന്നെ ഈ 5ന്റെ കൂടെ 5 ഉണ്ടാകും, പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച്. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ എത്രയുള്ളത്? 25/36. 25/36 ആണുള്ളത് അല്ലേ? അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ വേണ്ടത്. 1 - 25/36. 1 - 25/36 എന്തായിരിക്കും വരിക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 36 - 25/36. സിംപ്ലിഫൈ ചെയ്താൽ എന്തായിരിക്കും? 11/36. ഓക്കെ, ഇതിൽ കൂടുതൽ ഡൗട്ട് വരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? അത് മുഴുവൻ എഴുതിയിട്ട് 5 ഇല്ലാത്ത നോക്കുക, 5 ഉള്ളത് നോക്കുക. അപ്പോൾ 5 ഇല്ലാത്ത എത്രയാണ്? 25/36. 5 ഒന്നോ അതിൽ കൂടുതൽ, അതാണ് അറ്റ്ലീസ്റ്റ് വൺസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ മോർ ദാൻ 1. അതൊക്കെ ഇവിടെ ഫേവറബിൾ ഔട്ട്കംസ് ആണ്. അത് ചെയ്താൽ എന്തായിരിക്കും? 11/36. 25. Which of the following arguments are correct and which are not correct? Give reason for your answer. First one, if 2 coins are tossed simultaneously. Okay, 2 coins simultaneously toss ചെയ്താൽ എന്തൊക്കെയായിരിക്കും ഔട്ട്കംസ്? HH, HT, TH, TT. ഇതൊക്കെയാണ് പോസിബിൾ ഔട്ട്കംസ്. ഓക്കെ, there are 3 possible outcomes: 2 heads, 2 tails, 1 of each. Therefore, for each of these outcomes, the probability is 1/3. ഇവിടെ അങ്ങനെയാണ് അവിടുത്തെ ആർഗ്യുമെന്റ്. അങ്ങനെയാണ് കിട്ടിയ പോസിബിൾ ഔട്ട്കംസ്. രണ്ടും ഹെഡ് ആവാം, ഫസ്റ്റത്തെ ഹെഡും സെക്കൻഡ് ടെയിലും, അതുപോലെ ഫസ്റ്റത്തെ ടെയിലും സെക്കൻഡ് ഹെഡും, ഇത് രണ്ടും രണ്ടാണ്. ദെൻ 2 ടെയിൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആർഗ്യുമെന്റ് കറക്റ്റ് ആണോ? റോങ് അല്ലേ? argument is incorrect. ഈ പോസിബിൾ ഔട്ട്കംസ് ഏതൊക്കെയാണ്? പോസിബിൾ ഔട്ട്കംസ് ആർ രണ്ടും ഹെഡ്, അതുപോലെ ഫസ്റ്റ് ഹെഡ് സെക്കൻഡ് ടെയില്, അതുപോലെ ഫസ്റ്റ് ടെയില് സെക്കൻഡ് ഹെഡ്, രണ്ടും ടെയില്. ഇങ്ങനെ എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? 4 പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ രണ്ടും ഹെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും?
1/4. രണ്ടും ടെയിൽ ആവാനുള്ള പ്രോബിലിറ്റിയോ അതെന്താണ് 1/4. ഒന്ന് ഹെഡും ഒന്ന് ടെയിൽ ആവാനുള്ള പ്രോബിലിറ്റി എന്താണ് 2/4 അല്ലെങ്കിൽ എത്രയാണ് 1/2 ആണ്. ഓക്കെ, സോ ഇവിടുത്തെ ആർഗ്യുമെന്റ് 1/3 എന്നുള്ളത് എന്താണ് റോങ് ആണ്. ദെൻ സെക്കൻഡ് ആർഗ്യുമെന്റ് നോക്കാം. ഇഫ് എ ഡൈ ഈസ് thrown, there are two possible outcomes, an odd number or even number. അപ്പോൾ ഡൈ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 അല്ലേ? ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 1 3 5. ഇതൊക്കെ എന്ത് തന്നെയാണ് ഈ രീതിയിൽ ക്ലാസിഫൈ ആണെങ്കിൽ ഇത് ഓഡ് നമ്പർ ആണ്, ഇത് ഓഡ് നമ്പർ. ബാക്കി 2 4 6 എന്താണ് ഈവൻ നമ്പർ ആണ്. അപ്പോൾ ഡൈൻ്റെ ഔട്ട്കംസ് നമുക്ക് ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഓഡ് നമ്പർ ഈവൻ നമ്പർ. ഓക്കെ, ദെൻ ഇതില് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ എന്തായിരിക്കും ഔട്ട് ഓഫ് 6 3 ആണ് ഓഡ് നമ്പർ. അപ്പോൾ 3/6 സിംപ്ലിഫൈ ചെയ്താൽ എന്തായിരിക്കും 1/2. ഓക്കെ, ദെൻ പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി അതും തന്നെയാണ്, അതും 3/6 സിംപ്ലിഫൈ ചെയ്താൽ എന്താണ് 1/2. ഓക്കെ, സോ ഈ ഒരു ആർഗ്യുമെന്റ് സെക്കൻഡ് വണ്ണിന്റെ ആർഗ്യുമെന്റ് എന്താണ് ആർഗ്യുമെന്റ് ഈസ് കറക്റ്റ് ആണ്. കാരണം പോസിബിൾ ഔട്ട്കംസ് 1 2 3 4 5 6 ആണ്. അത് ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഓഡ് നമ്പറും കുറച്ച് ഈവൻ നമ്പറും. Hope this video was up to your expectations. See you in the next video. Till then, bye. Homework makes maths easy.